സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദറത്തിലേക്ക് എത്തിച്ച് മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളുടെ ഹദറാത്തിലേക്ക് എത്തിച്ച് ഈ ഹദറത്തിൽ വിശ്രമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സയ്യിദ് ഹംസക്കോയ തങ്ങളുപ്പാപ്പയുടെ ഹദറത്തിലേക്ക് എത്തിച്ച് അവരുടെ മദതും സഹായവും നദറും പൊരുത്തവും ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മജ്ലിസ് അള്ളാഹു വലിയ ഇജാബത്തുള്ള മജ്ലിസാക്കി തരട്ടെ. എന്തെല്ലാം നിയ്യത്തുകൾ നമ്മുടെ ഖൽബിലുണ്ടോ ആ നിയ്യത്തുകളെല്ലാം ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ഹാസുലാക്കി തന്ന് പരിശുദ്ധ റമളാനിനെ നല്ല റാഹത്തോടെ, നല്ല ഇസ്സത്തോടെ, സന്തോഷത്തോടെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ റമളാനെ പൂർണ്ണമായി അള്ളാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിൽ, അള്ളാഹുവിൻ്റെ റിളയും തൃപ്തിയും കിട്ടുന്ന രൂപത്തിലുള്ള റമളാനായി വിശുദ്ധ റമളാനിനെ പൂർണ്ണമായി ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് സുദീർഘമായി സംസാരിക്കുന്നില്ല, ദുആയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മുടെ ദർസ് ലീവ് കൊടുക്കാനല്ലേ? ഇല്ല, സ്കൂളുണ്ടല്ലോ. അപ്പോൾ അൽഹംദുലില്ലാഹ് അത് വരുന്ന വിശുദ്ധ റമളാനിന് ശേഷം കൂടുതൽ നമുക്ക് വിപുലീകരിക്കുകയും കൂടുതൽ കുട്ടികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ആഗ്രഹിക്കുന്നതും അതാണ്, പള്ളി ഉണ്ടാക്കിയതും അതിനാണ്. അതുകൊണ്ട് തന്നെ ആ ദർസും സംവിധാനങ്ങളുമെല്ലാം കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ സംവിധാനങ്ങളൊക്കെ മാറണം. അള്ളാഹു അതൊക്കെ ഓറ ബർക്കത്ത് കൊണ്ട് അതിൻ്റെ എല്ലാ വഴികളും അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. വിശുദ്ധ റമളാനിനെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയാണ്. ഇന്ന് ബുധനാഴ്ച, വ്യാഴവും വെള്ളിയും കഴിഞ്ഞാൽ ശനിയാഴ്ച രാത്രിയോടുകൂടെ നമ്മൾ തറാവീഹ് നിസ്കാരം, അഥവാ ഞായറാഴ്ച രാവോടുകൂടെ നമ്മൾ തറാവീഹ് നിസ്കാരം മിക്കവാറും ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഇൻഷാ അല്ലാഹ് മിക്കവാറും ഞായറാഴ്ച ഒന്നായിരിക്കും, അല്ലെങ്കിൽ തിങ്കളാഴ്ച എന്തായാലും ഒന്നായിരിക്കും. ഞായറാഴ്ച തന്നെ നമുക്ക് വിശുദ്ധ റമളാനിനെ സ്വീകരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായിരുന്നാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകുന്ന വലിയൊരു അവസരമാണ്. ആർക്കാണത് കിട്ടുക, ആരാണതിൽ എത്തിച്ചേരുക, ഒന്നും പറയാൻ കഴിയില്ല. എല്ലാം അള്ളാഹുവിൻ്റെ ഖളാണ്. നമ്മളെല്ലാവരും കണ്ടു പ്രിയപ്പെട്ട ഹാഫിള് മസ്ഊദ് സഖാഫി ഉസ്താദിൻ്റെ ആകസ്മികമായ മരണം. എത്രയോ വയലിൻ്റെ സദസ്സുകളിൽ വയൽ ഏറ്റെടുത്ത്, വിശുദ്ധ റമളാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ പ്രഭാഷണങ്ങൾ ഏറ്റെടുത്ത്, അങ്ങനെ നമ്മുടെ മുമ്പിൽ നല്ല വയൽ പറഞ്ഞ്, സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് വയൽ പറഞ്ഞ്, നരകത്തെക്കുറിച്ച് പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് നരകത്തെക്കുറിച്ച് പറഞ്ഞ്, അങ്ങനെ വിഷയങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നല്ല മട്ടത്തിലും റാഹത്തിലും വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ച്, ഗൗരവമേറിയ വിഷയങ്ങൾ ഗൗരവത്തോടുകൂടെ പറഞ്ഞ്, അങ്ങനെ നല്ല ഒരു തികഞ്ഞ ഒരു ആലിം, ഒരു നല്ല ഒരു വായൽ, ആ ഉസ്താദിൻ്റെ വിടവ്, ഉസ്താദിൻ്റെ മരണത്തോടുകൂടെ നമ്മൾ അനുഭവിക്കുകയാണ്. ഉസ്താദിൻ്റെ ഇൽമുകളെല്ലാം ആ മരണത്തോടുകൂടെ കഴിഞ്ഞുപോയി. ഇനി ആർക്കും ആ ഇൽമ നൽകപ്പെടുകയില്ല. അള്ളാഹുവിൻ്റെ ഖളാ എപ്പോഴാണ്, ഏത് സമയത്താണ് എന്നൊന്നും അറിയില്ല. നമ്മളൊക്കെ ഒരുപാട് കണക്ക് കൂട്ടലുകളിലാണ്. നാളെ അങ്ങനെ ആക്കണം, മറ്റന്നാൾ അങ്ങനെ ആക്കണം, റമളാനിൽ ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അതിനുശേഷം കല്യാണം, അങ്ങനെ തുടങ്ങി ഒരുപാട് നിശ്ചയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എല്ലാം അള്ളാഹുവിൻ്റെതാണ്. ഖളാ ഖദർ മുഴുവനും റബ്ബിൻ്റെതാണ്. അതിലേക്ക് നമ്മൾ എത്തിച്ചേരുമോ, നമ്മളതിലേക്ക് ഉണ്ടാവുമോ? നമ്മൾ മക്കളെക്കുറിച്ചുള്ള നമ്മളൊരുപാട് ആഗ്രഹങ്ങൾ, ആ രൂപത്തിൽ നമുക്ക് മക്കളെ വളർത്താൻ കഴിയുമോ? എല്ലാം അള്ളാഹിൻ്റെ ഖളാണ്. എല്ലാ സമയവും അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാനുള്ളത്, അള്ളാഹുവേ ഞങ്ങൾക്ക് നിൻ്റെ ത്വാഅത്തിലായി, നിൻ്റെ പൊരുത്തത്തിലായി നല്ല ദീർഘായുസ്സും നല്ല ആഫിയത്തും ആരോഗ്യവും ഞങ്ങൾക്ക് നീ തരണേ അല്ലാ.
ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് ഖൈറായ മുറാദുകളുണ്ട്. ദീനീപരമായ മുറാദുകൾ, കുടുംബപരമായ മുറാദുകൾ, അതെല്ലാം വളരെ ഭംഗിയോടുകൂടെ നിർവഹിക്കാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. വിശുദ്ധ റമദാനിനെ സ്വീകരിക്കുന്ന ഒരാൾ ശാരീരികമായും മാനസികമായും എല്ലാ നിലക്കും ഒരുങ്ങണം. റമദാനിനെ സ്വീകരിക്കാനുള്ള ഒരുക്കം നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. ഒരു നല്ല ഒരു ആലിം, ഒരു സയ്യിദ്, ബഹുമാനിക്കപ്പെടുന്ന ഒരു നേതാവ് നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഒരുങ്ങുക. നല്ല ഭക്ഷണം ഉണ്ടാക്കും, വീടുകളൊക്കെ വൃത്തിയാക്കും, ആ വലിയ സയ്യിദും ഉസ്താദുമൊക്കെ താമസിക്കുന്ന റൂമുകളൊക്കെ ക്ലീൻ ചെയ്യും, ബാത്റൂമൊക്കെ നന്നായി വൃത്തിയാക്കും. അങ്ങനെ ഒരു സയ്യിദിനെ നമ്മൾ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നല്ല ഒരു അറിയപ്പെട്ട ഒരു നല്ലൊരു ആലിമിനെ, അല്ലെങ്കിൽ നമ്മളേറെ ബഹുമാനിക്കുന്ന ഒരാളെ നമ്മുടെ വീടുകളിലേക്ക് സ്വീകരിക്കും. മകളുടെ കല്യാണത്തിന് പുതിയാപ്പിള വരുമ്പോൾ പുതിയാപ്പിളൻ്റെ റൂം ബഹുമാനിച്ച് ആദരിച്ച് അതിനെ ക്ലീൻ ചെയ്ത് നല്ല മങ്കിയാക്കി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുകയാണ്. എല്ലാം അതിൻ്റെതായ ഒരു ഭാഗമാണ്, അതൊക്കെ വേണ്ടതാണ്. പക്ഷേ അതിനേക്കാളേറെ മഹത്വമുള്ള ഒരു മാസം നമ്മിലേക്ക് വരികയാണ്. എന്ത് ഒരുക്കമാണ് നമ്മുടെ ഭാഗത്തുണ്ടായത്? ശാരീരികമായി നമ്മൾ ഒരുങ്ങിയോ? കുടുംബപരമായി നമ്മൾ ഒരുങ്ങിയോ? നാളെയും മറ്റന്നാളൊക്കെ ആ ഒരുക്കത്തിൻ്റെ ദിവസങ്ങളാണ്. നന്നായി നഖമൊക്കെ മുറിച്ച്, ശരീരത്തിൻ്റെ പല സ്ഥലങ്ങളിലുണ്ടാവും ബ്ലേഡ് തീരെ കൊള്ളാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും, കാട് പിടിച്ചിട്ടുണ്ടാവും ചില സ്ഥലങ്ങളിൽ. അതൊക്കെ വൃത്തിയാക്കി, അതൊക്കെ ക്ലീൻ ചെയ്ത്, അതൊക്കെയാണ് ശാരീരികമായ ഒരുക്കെന്ന് പറയുന്നത്. 40 ദിവസത്തിൽ കൂടുതൽ ആ ശരീരഭാഗങ്ങളിൽ ആ കാടുകളിങ്ങനെ പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്നും വൃത്തിയാക്കിയില്ലെങ്കിൽ അയാളുടെ ദുആ പോലും സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ശാരീരികമായൊരു ക്ലീന് വരുത്തണം. മുടികളൊക്കെ നന്നായി വെട്ടി, നഖങ്ങളൊക്കെ നന്നായി മുറിച്ച്, താടിയൊക്കെ നന്നാക്കി, നല്ല ശാരീരികമായൊരു ഒരുക്കം നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. അതെല്ലാം ക്ലീൻ ചെയ്യേണ്ടതെല്ലാം ക്ലീൻ ചെയ്ത് നല്ല ഒരുക്കം റമദാനിൻ്റെ ഭാഗമായി നമ്മുടെ ഭാഗത്തുണ്ടാകണം. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. മാനസികമായ ഒരുക്കം വേണം. നല്ല അല്ലാഹുവിൻ്റെ വിശുദ്ധ റമദാൻ വരികയാണ്. അപ്പോൾ ഒരു മനസ്സിൻ്റെ ഉള്ളിലൊരു സന്തോഷം. ആർക്കെങ്കിലും ആ സന്തോഷത്തിന് പകരം ഞാൻ കുടുങ്ങിയല്ലോ എന്നാണ് തോന്നുന്നതെങ്കിൽ അയാളുടെ കൽബ് മോശമാണ്. അയാളുടെ കൽബിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. റമദാൻ വരുമ്പോൾ അള്ളാഹിൻ്റെ പുണ്യമേറിയൊരു മാസം വരികയാണ്. ഇനി എനിക്ക് നോമ്പ് നോക്കണം, നിസ്കരിക്കണം, ഇബാദത്ത് ചെയ്യണം, തൗബ ചെയ്യണം, തഹജ്ജുദ് നിസ്കരിക്കണം, കണ്ണിലൂടെ കണ്ണുനീറുകൾ വാർക്കണം, ധാരാളം ഖുർആൻ ഓതണം എന്ന ചിന്തയാണ് ഒരാളുടെ കൽബിലെങ്കിൽ അൽഹംദുലില്ലാ. അതല്ലെങ്കിൽ കുടുങ്ങിയല്ലോ, എനിക്കിപ്പോൾ എനിക്ക് പുക വിടാൻ കഴിയില്ലല്ലോ, അങ്ങനെ ചിലർ ചിന്തിക്കുക. ഇനി എനിക്ക് പകൽ സമയത്ത് പുക വിടാൻ കഴിയില്ലല്ലോ, വലിക്കുക, സീസർ വലിക്കുക, അല്ലേ, ബീഡി വലിക്കുക, ഇതൊന്നും എനിക്ക് പകൽ കഴിയില്ലല്ലോ, ഹോട്ടലിൽ കയറി ചാടിക്കാൻ കഴിയില്ലല്ലോ എന്ന ഒരു ചിന്ത നമ്മുടെ കൽബിൽ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് മോശപ്പെട്ട കൽബിൻ്റെ അടയാളങ്ങളാണ്. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അതേ സമയത്ത് ഹൃദയം സന്തോഷം കൊണ്ട് തുടിക്കണം. അള്ളാഹു ഒരു സുന്നത്ത് ചെയ്താൽ 70, അല്ലേ, ഒരു ഫർള് ചെയ്ത കൂലി, ഒരു ഫർള് ചെയ്താൽ 70 ഫർള് എടുത്ത കൂലി. അങ്ങനെ ഓഫറുകളുടെ പൂമാലയായി അള്ളാഹു നമുക്ക് റമദാൻ തന്നിരിക്കുകയാണ്. അതിങ്ങനെ വരുമ്പോൾ കൽബിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആ രൂപത്തിലായി അള്ളാഹു നമ്മുടെ കൽബ് മാറ്റട്ടെ. സാമ്പത്തികമായ വലിയ ഒരുക്കങ്ങൾ വേണം. സക്കാത്ത് കൊടുക്കേണ്ട ആളുകളുണ്ടാവും. അതൊക്കെ കൃത്യമായി കണക്കെടുത്ത് അതൊക്കെ കൃത്യമായി കൊടുക്കേണ്ടവരുടെ കയ്യിൽ നമ്മൾ തന്നെ എത്തിച്ചു കൊടുക്കണം. ഏതെങ്കിലും സക്കാത്ത് കമ്മിറ്റിക്കാരാണ്, അവരൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല. അതൊക്കെ തട്ടിപ്പുകളാണ് പലതും. ആ പേരിൽ വരുന്ന എല്ലാ സക്കാത്ത് കമ്മിറ്റികളുടെയും കണക്കുകൾ എടുത്ത് നോക്കിയാൽ അവരുടെ പാർട്ടി വളർത്താനും അവരുടെ മറ്റ് വിഷയങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചതായി കാണാം. ഒരു ടീം അത് ബാങ്കിലിട്ടിട്ട് അതിൻ്റെ പലിശ എടുത്ത് അത് ഉപയോഗിച്ചു. നഊദു ബില്ലാഹ്. സക്കാത്തിൻ്റെ പൈസ ആ കൊല്ലം കൊടുക്കേണ്ടത് ആ കൊല്ലം തന്നെ കൊടുക്കണ്ടേ? ഇതെങ്ങനെയാണ് ബാങ്കിലിടൽ? എങ്ങനെയാണ്? എന്ത് അടിസ്ഥാനത്തിൽ ആളില്ലായിട്ടാണ്? അപ്പോൾ അതൊക്കെ തട്ടിപ്പുകളാണ്. അങ്ങനെയുള്ള ആളുകളുടെ കയ്യിലൊന്നും പണം കൊടുക്കാതെ കൃത്യമായി നമുക്ക് തന്നെ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, അവരെ കയ്യിലേക്ക് അത് എത്തിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ വീട്ടിലേക്ക് ഒരു മാസത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നാളെയും മറ്റന്നാളൊക്കെ റെഡിയാക്കി വെക്കണം. ശനിയാഴ്ച വരെ നമുക്ക് സമയമുണ്ട്. അരി വേണം, ഒരു മാസത്തേക്കുള്ള അരി, ഒരു മാസത്തേക്കുള്ള, അതിങ്ങനെ ഓരോ ദിവസവും വാങ്ങേണ്ട, അത്യാവശ്യം വാങ്ങേണ്ട സാധനങ്ങൾ മാത്രം ഒഴിച്ച് ബാക്കിയെല്ലാം
കൃത്യമായി വാങ്ങി അതൊക്കെ റെഡിയാക്കി വെക്കുക. റമളാൻ ഒരു മാസക്കാലം പൂർണ്ണമായി ഇബാദത്ത്, കൂട്ടത്തിൽ ആ പെരുന്നാളിൻ്റെ ഡ്രസ്സും കൂടി അതിൻ്റെ കൂടെ വാങ്ങിച്ചാൽ ഉഷാറായി. ഇത് പെരുന്നാളിൻ്റെ ഡ്രസ്സ് വാങ്ങാൻ പോലെ എപ്പോഴാ? അവസാനത്തെ പത്തിലാണ്. ഇത് അവസാനത്തെ പത്താണെങ്കിൽ പൂർണ്ണമായി ഇബാദത്ത് എടുക്കേണ്ട ഒരു പത്താണ്. അത് ഡ്രസ്സ് വാങ്ങേണ്ട ഒരു പത്തല്ല, അതിന് പർച്ചേസിന് പോകേണ്ട പത്തല്ല, ഒന്നല്ല. ആ പത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്തിൻ്റെ പത്താണ്. അത് പക്ഷേ അത് ഇബാദത്തിൻ്റെ പത്തെന്ന് മാറി അത് പർച്ചേസിൻ്റെ പത്തായി മാറിപ്പോവുകയാണ്. അഊദു ബില്ലാഹ്. നമ്മളൊക്കെ ആ ഡ്രസ്സൊക്കെ ഇപ്പം തന്നെ വാങ്ങിയാൽ പെരുന്നാളിന് അന്നും വെക്കുന്ന അതേ ഡ്രസ്സ് തന്നെ ആയിരിക്കും. അത് ഇപ്പം വാങ്ങിയാൽ 1000 ഉറുപ്പിക കിട്ടും. പെരുന്നാളിൻ്റെ അന്ന് അതേ ഡ്രസ്സ് പുതിയ കവറിലാക്കി 1000 ഉറുപ്പിൻ്റെ സാധനം 2000 ഉറുപ്പിക്ക് വെക്കും. ആർക്കാണ് നഷ്ടം? നമുക്ക് തന്നെ. അത് നമ്മളിപ്പോഴൊക്കെ തന്നെ വാങ്ങി, ഞാനൊക്കെ അതൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ച, അതുകൊണ്ടാണ് പറയണത്. എനിക്ക് വേണ്ട ഡ്രസ്സും മക്കൾക്കും ഭാര്യക്കൊക്കെയുള്ള ഡ്രസ്സ് ഇപ്പം തന്നെ പെരുന്നാൾക്ക് ഒരു ഡ്രസ്സ് എന്തായാലും ഇടണം. അതിപ്പോൾ തന്നെ എന്തായാലും വാങ്ങിച്ച്, അതൊരു കൂട്ടം ഡ്രസ്സല്ലേ, അതിപ്പോൾ തന്നെ വാങ്ങിച്ച് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ ടെൻഷനാക്കണ്ട. അത് ഇടാൻ നമ്മളുണ്ടാവോ ഇല്ലെന്ന് വേറെ വിഷയം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് അതൊക്കെ നേരത്തെ തന്നെ ഒരുക്കി കൂട്ടി ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് ഇൻഷാ അല്ലാഹ് നല്ല ഒരുക്കം റമളാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. അള്ളാഹു നമുക്ക് നല്ല റാഹത്തോടെ റമളാനിനെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ.